ആഘോഷം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ശിവകുമാർ. തിക്കിലും തിരക്കിലും പെട്ട് ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ മരണം. ആഘോഷം നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകിയെന്ന് ശിവകുമാർ. ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടക്കുന്ന റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ വിജയാഘോഷ പരിപാടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം. കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലും 10ഓളം പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് നടപടി. അതേസമയം ദുരന്തത്തിൽ പോലീസിനെ കുറ്റപ്പെടുത്താനാകില്ലെന്ന് ശിവകുമാർ പറഞ്ഞു. ഞാൻ പോലീസ് കമ്മീഷണറുമായും എല്ലാവരുമായും സംസാരിച്ചു. ഞാൻ പിന്നീട് ആശുപത്രിയിലേക്ക് പോകും. ഇപ്പോൾ ആശുപത്രിയിൽ പോയി പരിക്കേറ്റവരെ പരിചരിക്കുന്ന ഡോക്ടർമാരെ ശല്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ദുരന്തത്തിൽ മരിച്ചവരുടെ കൃത്യമായ എണ്ണം ഇപ്പോൾ പറയാൻ കഴിയില്ല. ജനങ്ങളോട് ശാന്തമായിരിക്കാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. പരിപാടി ചുരുക്കിയിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാൻ നിർദ്ദേശം നൽകി. എല്ലാം സാധാരണ നിലയിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് പരിപാടിക്കെത്തിയത്. DK ശിവകുമാർ പ്രതികരിച്ചു. ദുരന്തത്തിന് പിന്നാലെ കർണാടക സർക്കാരിനെതിരെ ഗുരുതര ആരോപണമുയർത്തി BJP രംഗത്തെത്തി. കുറ്റകരമായ അനാസ്ഥയാണ് ദുരന്തത്തിന് കാരണമെന്ന് BJP ആരോപിച്ചു. ആൾക്കൂട്ട നിയന്ത്രണത്തിനുള്ള നടപടികളോ അടിസ്ഥാന സൗകര്യങ്ങളോ ഉണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും DK ശിവകുമാറും സുരക്ഷ ഉറപ്പാക്കുന്നതിന് പകരം അവർ റീലുകൾ ഷൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നുവെന്നും BJP നേതൃത്വം പറഞ്ഞു. അതേസമയം 5000ഓളം പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിച്ചിരുന്നുവെന്ന് നേരത്തെ DK ശിവകുമാർ വ്യക്തമാക്കുകയുണ്ടായി. ഇതൊരു യുവ ഊർജ്ജസ്വലമായ ജനക്കൂട്ടമാണ്. ഞങ്ങൾക്ക് ലാത്തി ഉപയോഗിക്കാൻ കഴിയില്ല എന്നും DK ശിവകുമാർ പറഞ്ഞു. രാവിലെ മുതൽ ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് മുന്നിൽ വലിയ തിരക്കായിരുന്നു. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ സ്റ്റേഡിയത്തിലേക്ക് എത്തിയിരുന്നു. സ്റ്റേഡിയത്തിലേക്ക് വലിയ ജനക്കൂട്ടം എത്തിയതോടെ പലരും ബോധരഹിതരായി വീണു. കുട്ടികളെ തിരക്കുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരരുത് എന്ന് പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നെങ്കിലും അതൊന്നും പാലിക്കപ്പെട്ടില്ല. പ്രവേശന കവാടത്തിനു മുമ്പിലാണ് വലിയ തിരക്കുണ്ടായത്.